അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉച്ചണ്ടോ? കുറച്ച് സമയം ചോദ്യോത്തരവായിട്ട് പോകാം. തുടർന്നുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും ക്ലാസ് മുടക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായി വരുന്ന വല്ല തടസ്സങ്ങളും ഉണ്ടായാൽ നിവൃത്തിയില്ല. അല്ലാഹു തആല ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ബർക്കത്തിന് വേണ്ടി അല്പം ഓതുകയാണ്. അല്ലാഹു തആല മഹാന്മാരായ ബഹദൂമ തങ്ങള്, അതുപോലെ തന്നെ അവരുടെ മശായിഖന്മാര്, അവരിൽ നിന്നിട്ട് നമ്മൾ വരെ എത്തി നമ്മുടെ ഉസ്താദന്മാർ വരെയുള്ള എല്ലാ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വബഅദു, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം ഫഹാദ, ഈ പറയാൻ പോകുന്നത് ശർഹുൻ മുഫീദും, ഫലപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഷറഹ എന്ന് പറഞ്ഞാൽ കീറി പിളർന്നു എന്നൊക്കെ അർത്ഥത്തിനാണ്. മൂലകൃതി മത്തിന് എന്ന് പറയും. അതിലെ സൂചനകളും ആഴത്തിലുള്ള അർത്ഥങ്ങളുമൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അതിനൊന്ന് ഓപ്പറേഷൻ ചെയ്ത് വിശദീകരിക്കുന്നതിനാണ് ശറഹ് എന്ന് പറയുന്നത്. എന്തിന്റെ ശറഹാണ്? മുഫീദുൻ അലാ കിതാബി, എന്റെ തന്നെ കിതാബിന് ഫലപ്രദമാവുന്ന ഒരു ശറഹാണ്. സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥം ഒരു ഇമാമ് രചിച്ചു കഴിഞ്ഞാൽ, ഒരു കിതാബ് ഒരു മഹാനായ മുസന്നിഫ്, ഒരു ഗ്രന്ഥകാരൻ രചിച്ചു കഴിഞ്ഞാൽ അതിന് ശറഹ് എന്ന വിശദീകരണ ഗ്രന്ഥം മറ്റ് പണ്ഡിതന്മാർ തന്റെ കാലഘട്ടത്തിൽ തന്നെയോ തന്റെ ശേഷമോ ഒക്കെയാണ് സാധാരണഗതിയിൽ എഴുതാറ്. എന്നാൽ ഈ കീഴ്വഴക്കത്തിന് വ്യത്യസ്തമായ രീതിയിൽ മഹാനായ മഖ്ദൂം തങ്ങൾ, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, അന്നത്തെ കേരളത്തിലെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര രംഗത്ത് പ്രാരംഭ ഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന ഒരു ചെറുകൃതി രചിക്കുകയുണ്ടായി. അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും മഹാന്മാരായ ഉലമാക്കൾ സർവാത്മന സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്ത് പണ്ഡിതന്മാരായ ആളുകൾക്ക് പ്രയാസമില്ലെങ്കിലും വിദ്യാർത്ഥികളും സാധാരണക്കാരുമായ ആളുകൾക്ക് കാര്യങ്ങൾ വേണ്ടത്ര ഗ്രഹിക്കാൻ ആവശ്യമായ വിശദീകരണം ഈ ഖുറത്തുൽ ഐനിൽ ഇല്ല എന്ന് മനസ്സിലാക്കി അതിൽ വ്യാഖ്യാന ഗ്രന്ഥം എഴുതണം എന്ന് പണ്ഡിതന്മാരിൽ നിന്നും നിരന്തരമായ ആവശ്യം ഉയർന്നു വരികയും മറ്റാരെക്കാളും അത് ചെയ്യാൻ യോഗ്യൻ അവിടുന്ന് തന്നെയാണ് എന്ന് സ്നേഹപൂർവം മഹാന്മാരായ ഉലമാക്കൾ ബഹുമാന്യരായ മഖ്ദൂം തങ്ങളോട് ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്തപ്പോൾ ആ മുതഅല്ലിമീങ്ങളുടെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കളുടെ അപേക്ഷ മാനിച്ചുകൊണ്ടും താൻ തന്നെയാണ് ഈ ഖുറത്തുൽ ഐൻ എന്ന മൂലകൃതിക്ക് ശറഹ് എന്ന വ്യാഖ്യാന ഗ്രന്ഥം, ഫത്ഹുൽ മുഈൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം താൻ തന്നെയാണ് എഴുതുന്നത്. എന്നാൽ ഇന്തോനേഷ്യയിലെ ജാവക്കാരനായ ഒരു മഹാനായ പണ്ഡിതൻ ഫത്ഹുൽ മുഈനിന് തന്നെ മറ്റൊരു ശറഹ് എഴുതിയിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ എന്ന
വ്യാഖ്യാന ഗ്രന്ഥത്തിന് പുറമെ മഹാനായ ജാവക്കാരനായ ഒരു പണ്ഡിതൻ എഴുതിയ മറ്റൊരു ശറഹും ഫത്ഹുൽ മുഈനിന് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് പ്രസിദ്ധമായി, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിലും സൗദി അറേബ്യയിലും ഒക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നതുണ്ട്. എങ്കിലും ആധികാരികമായ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് തന്നെ രചിച്ച കിതാബാണ്. അതിന്റെ പേര് പിന്നീട് പറയും. ശറഹുൻ മുഫീദുൻ അലാ കിതാബി അൽ മുസമ്മാ ബിഖുറത്തിൽ ഐനി ബിമുഹിമ്മാത്തിദ്ദീൻ. ദീനിന്റെ മുഖ്യമായ കാര്യങ്ങൾ വിവരിക്കലുകൊണ്ട് കൺകുളിർമയാവുന്ന ഗ്രന്ഥം എന്ന അർത്ഥം വരുന്ന ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ എന്ന പേരിൽ ഞാൻ രചിച്ച ചെറുകൃതിക്ക് ഫലപ്രദമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ്. എന്താണ് ഈ ശറഹിന്റെ പ്രത്യേകത? യുബയ്യിനു, ഈ ശറഹ് വ്യാഖ്യാന ഗ്രന്ഥം വ്യക്തമാക്കും അൽ മുറാദ്, ഖുറത്തുൽ ഐനിൽ പറഞ്ഞ ചില വാക്കുകളുടെ, ചില ഇബാറത്തുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് ഈ വ്യാഖ്യാന ഗ്രന്ഥം വ്യക്തമാക്കും. വയുത്തമ്മിമുൽ മഫാദ്, ഖുറത്തുൽ ഐനിൽ ഉദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന മസ്അലകൾ, മഫാദ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലപ്രദമായ മസ്അലകൾ, അതിന്റെ പൂർത്തീകരണവും ലഭിക്കും. കാരണം അതിൽ വളരെ ചുരുങ്ങിയ രത്നച്ചുരുക്കം മാത്രമായിരിക്കും ഖുറത്തുൽ ഐനിൽ പറഞ്ഞത്. അതിന്റെ വിശദീകരണവും പൂർത്തീകരണവും ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ ഫത്ഹുൽ മുഈനിൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല വയുഹസ്സിലുൽ മഖാസിദ്, ഓരോ ഇബാറത്തുകളും ഖുറത്തുൽ ഐനിന്റെ ഓരോ പ്രയോഗങ്ങളും കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട യഥാർത്ഥ ലക്ഷ്യം കരഗതമാക്കാൻ സഹായിക്കുകയും ചെയ്യും. വയുബ്രിസുൽ ഫവായിദ്, ഖുറത്തുൽ ഐനിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഫലപ്രദമായ പല കാര്യങ്ങളും ഈ ശറഹിൽ വ്യക്തമാക്കി സാധാരണ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ച് വെളിവായ നിലക്ക് തന്നെ അതിനെ ഗ്രഹിക്കാൻ സഹായകമാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ശറഹാണ്. വസമ്മൈതുഹു, ഈ വ്യാഖ്യാന ഗ്രന്ഥമാവുന്ന ശറഹിന് ഞാൻ നാമകരണം ചെയ്തു ബി ഫത്ഹിൽ മുഈനി ബിശർഹി ഖുറത്തുൽ ഐനി ബിമുഹിമ്മാത്തിദ്ദീൻ. നീണ്ട പേരാണ്. നമ്മൾ ചുരുക്കത്തിൽ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നെങ്കിലും മുഴുവൻ പേര് ഫത്ഹുൽ മുഈൻ, സർവസഹായിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫത്ഹ്, അവൻ തുറന്നു തന്ന, അവൻ നൽകിയ വിജയം. ബിശർഹി ഖുറത്തുൽ ഐനി ബിമുഹിമ്മാത്തിദ്ദീൻ, ദീനിന്റെ മുഖ്യ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് സംതൃപ്തി നൽകുന്നതായ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമാവുന്ന, മുഈനാവുന്ന റബ്ബിന്റെ ഫത്ഹ്, വിജയം ഉൾക്കൊള്ളുന്ന വ്യാഖ്യാന ഗ്രന്ഥം എന്ന് ഫത്ഹുൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐനി ബിമുഹിമ്മാത്തിദ്ദീൻ എന്നാണ് ഈ ശറഹിന് ഞാൻ പേര് വെച്ചിരിക്കുന്നത്. വ അന അസ്അലുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. അസ്അലുല്ലാഹ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അല്ലാഹുവിനോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം കിട്ടാൻ. എന്നാൽ ദുആഇന്റെ സ്ഥാനമായതുകൊണ്ട് ഒന്നുകൂടി ഊന്നിപ്പറയാനും വ്യക്തമാക്കാനും വേണ്ടി വ അന അസ്അലുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് തീർച്ചയായും അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അൽ കരീം അൽ മന്നാൻ. അൽ കരീം, വലിയ ഔദാര്യവാനായ. മുമ്പ് നമ്മൾ പറഞ്ഞു അൽ ജവാദിന്റെ അവിടെ, യഥാർത്ഥത്തിൽ ഔദാര്യം ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ്. പ്രത്യുപകാരം ലക്ഷ്യം വെക്കാതെ സൗജന്യമായി ഗുണം ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ്. അതോടുകൂടി അൽ മന്നാൻ, മിന്നത്ത് ചെയ്യുന്നവൻ, ഗുണം, ഔദാര്യം, അനുഗ്രഹം കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഔദാര്യം ചെയ്യുന്നവനായ അല്ലാഹുവോട് ഞാൻ വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിന്? ഈ ഗ്രന്ഥം കൊണ്ട്, അഥവാ ഈ ശറഹ്, അത് ഉൾക്കൊള്ളുന്ന മത്തുനും ആവുന്ന ഈ കിതാബ് കൊണ്ട് വ്യാപകമായ ഉപകാരം ലഭിക്കുമാറാവണേ. എന്ത് ആമ്? ലിൽ ഖാസ്വതി വൽ ആമത്തി. ലിൽ ഖാസ്വതി എന്ന് പറഞ്ഞ ഉലമാ,
മുതഅല്ലിമീങ്ങൾ തുടങ്ങിയ ഇൽമിന്റെ അഹ്ലുകാരായ പ്രത്യേകക്കാർക്കും ഈ കിതാബ് കൊണ്ട് ഉപകാരം ലഭിക്കുമാറാവണം. വൽ ആമ്മത്തി സാധാരണക്കാരായ മുസ്ലിം ജനസാമാന്യം, സ്ത്രീ പുരുഷ വ്യത്യാസമെന്നെ പണ്ഡിതനെന്നോ സാധാരണക്കാരനോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപകാരം ലഭിക്കുമാറാകണമേ എന്ന് ഞാൻ ഔദാര്യവാനും മഹത്തായ അനുഗ്രഹം കോരിച്ചൊരിയുന്നവനുമായ അള്ളാഹുവിനോട് എല്ലാവർക്കും ഉപകാരം ചെയ്യണേ എന്ന് വല്ലാത്തൊരു ദുആ ആണ്. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും സ്വീകരിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഫത്ഹുൽ മുഈൻ എന്ന ഒരു മലയാളക്കാരൻ എഴുതിയ ഈ ഫിഖ്ഹ് ഗ്രന്ഥം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പണ്ഡിതന്മാർ ഒരു അടിസ്ഥാന ഫിഖ്ഹ് ഗ്രന്ഥമായി അംഗീകരിക്കുകയും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മതവിദ്യാലയങ്ങളിലും ജനലക്ഷങ്ങൾ ഇന്നും പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടും പൊതുജനങ്ങൾക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ടും സാധാരണക്കാരും പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളുമായ മുഴുവൻ ആളുകൾക്കും ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും അത് ഈജിപ്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ യമനില്, ഇന്തോനേഷ്യയില്, മലേഷ്യയില് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്നും മുസ്ലിം യൂണിവേഴ്സിറ്റികളിലും മുസ്ലിം കോളേജുകളിലും ഇസ്ലാമിക വിദ്യാലയങ്ങളിലും ഇന്നും കേരളത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പള്ളി ദർസുകളിൽ മുഴുവനും ഒന്നൊഴിയാതെ പള്ളി ദർസുകളിൽ ഓതുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കിതാബ്. അതാണ് ആമ്മ എന്ന നിലക്ക്. ആമ്മ ഖാസുത്താവുന്ന ഉലമാഉനും ഇൽമിന്റെ അധികാരി, ആമ്മത്ത് എന്ന സാധാരണക്കാർ എല്ലാവർക്കും ഉപകാരം ലഭിക്കുമാറാവേണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മാത്രമല്ല വയുസ്കിനനി ബിഹി, ഈ കിതാബ് കാരണം അള്ളാഹു എന്നെ താമസിപ്പിക്കുമാറാകണമേ അൽ ഫിർദൗസ്, ഏറ്റവും ഉന്നതമായ സ്വർഗമാവുന്ന ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ, ഫീ ദാരിൽ അമാൻ, സ്വർഗലോകത്ത്. ദാറുൽ അമാൻ എന്നത് സ്വർഗത്തിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. നിർഭയത്വത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഭവനമാവുന്ന സ്വർഗലോകത്തെ അത്യുന്നത ഭാഗമാവുന്ന ഫിർദൗസിൽ ഈ കിതാബ് കാരണം അല്ലാഹു തമ്പുരാൻ എന്നെ താമസിപ്പിക്കുമാറാകണമേ എന്നും ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇന്നഹു അക്രമു കരീം വഅർഹമു റഹീം. ഔദാര്യവന്മാരിൽ ഏറ്റവും വലിയ ഔദാര്യവാനും കാരുണ്യവന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനുമായ അള്ളാഹു, ആ അള്ളാഹുവിനോട് ഈ കിതാബ് കൊണ്ട് ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുമാറാകണമേ എന്നും ഈ കിതാബ് കാരണം ദാറുൽ അമാനിലെ ഫിർദൗസിൽ എന്നെ താമസിപ്പിക്കുമാറാകണമേ എന്നും ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുറത്തുൽ ഐനിന്റെ ബിസ്മിയാണ്. അതിന്റെ ശറഹ് വിശദമായി തന്നെ മഹാനവറുകൾ പറയുന്നുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ ഓത. ഇന്ന് പറ്റ മുടക്കണ്ട എന്ന നിലക്കാണ്. കൃത്യസമയത്ത് തന്നെ തുടങ്ങാൻ വേണ്ടി ഒക്കെ റെഡിയായി. ഞാൻ വന്ന് ക്ലാസ്സിന് ഇരിക്കാൻ പോകുമ്പോഴാണ് വണ്ടിന്റെ ഒച്ച കേട്ടത്. നോക്കുമ്പോ ജിദ്ദയിൽ നിന്നിട്ട് പരിചയപ്പെട്ട ഞങ്ങളെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പം അവിടെ നിന്നൊക്കെ മതിയാക്കി നാട്ടിൽ താമസമാക്കിയിട്ട് 2 കൊല്ലായി. അപ്പൊ ഫാമിലി സഹിതം അദ്ദേഹം കാണാൻ വരുന്നതാ. അപ്പൊ പിന്നെ ദൂരദിക്കിൽ നിന്നിട്ട് കുടുംബസമേതം വരുന്ന ഒരു സുഹൃത്തിനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാണല്ലോ. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. കാരണം എന്താ, നമ്മളെ ക്ലാസ് ഇന്നെ കൊണ്ട് നിങ്ങളെ ക്ലാസ് പറ്റ മുടങ്ങണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഏതായാലും അതുകൊണ്ട് കുറച്ച് താമസിച്ചു. പിന്നെയാണെങ്കിലോ മൈക്കിന് എന്തോ ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു. ഇപ്പൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സമയം സാധാരണ ക്ലാസ് നിർത്തുകയല്ല, ചോദ്യോത്തരം നടക്കുന്ന സമയമാണ്. കുറച്ച് സമയം ചോദ്യോത്തരത്തിലേക്ക് കടന്നു വരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും കൃത്യസമയത്ത് തന്നെ പരമാവധി ക്ലാസ് മുടങ്ങാതെ ക്ലാസ് തുടരാൻ ശ്രമിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇഹത്തിലും പരത്തിലും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും.
ഉസ്താദെ ഒരു സംശയം, ഇതിനോടനുബന്ധിച്ചല്ല. ഉസ്താദ് എടുക്കുമ്പോ ഇൻഷാല്ലാ ഇനി സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ജനനം പിന്നെ അതും ഒരു ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എങ്ങനെയാണ് കുഞ്ഞിപ്പള്ളിയിൽ കുറെ ആളുകളെ ധാരണ, പിന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഉസ്താദുമാരല്ല അല്ലാത്തവർ തന്നെ പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്നതാണ് ഫത്ഹുൽ മുഈന്റെ മുസന്നിഫ് എന്നൊരു ധാരണ കുറെ ആളുകൾക്ക്, നാടന്മാർക്കല്ല ചില മുസ്ലിംമാർക്കുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഉസ്താദ് ഇൻഷാല്ലാ നാളെ സൗകര്യം പോലെ ഉസ്താദ് ഒന്ന് ഉപയോഗപ്പെടുത്തിയാലും ചെറുതായിട്ട് പിന്നെ അങ്ങനെ കുഞ്ഞിപ്പള്ളിയിൽ എത്തി എന്നുള്ളത് അപ്പൊ ഒന്ന് വിശദീകരിച്ചത് നന്നായിരിക്കും. ഉസ്താദെ ചോദ്യം വേറൊരു ചോദ്യമാണ് പുറത്തുനിന്ന്. പിന്നെ താടി വെക്കുന്ന ആള് തന്നെ 45-50 വയസ്സായപ്പോ നിരക്കൽ തുടങ്ങി. അപ്പൊ അദ്ദേഹം താടി വടിക്കുകയാണ്. അപ്പൊ പിന്നെ കറുപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അത് ഹറാമാന്ന് ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ താടി വടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങത്തോരൊന്ന് സമീപിക്കും. പിന്നെ എന്താ അവരോട് മറുപടി പറയാന്നൊരു പിടുത്തം കിട്ടണില്ല. ആ ഉസ്താദ് അവിടെ നിന്ന് വിശദീകരിച്ചാലും. ഒറ്റ ചോദ്യം കൂടി ഉണ്ട്. അത് പറ്റൂലല്ലോ. താടി നിരക്കാൻ തുടങ്ങിയാൽ 45 കഴിഞ്ഞാൽ നിരക്കാൻ തുടങ്ങിയാൽ ഇനി അങ്ങോട്ട് വയസ്സ് കൂടുന്തോറും താടി മാത്രമല്ല മുടി നിരക്കും. അപ്പോ താടി നിരക്കുമ്പം താടി വടിക്കുകയാണെങ്കിൽ മുടി നിരക്കുമ്പോ മുടിയും പഠിക്കേണ്ടി വരുമല്ലോ. അതൊന്നും ഒരു ബുദ്ധിയല്ല. നിര വന്നാൽ കടും കറുപ്പല്ലാത്ത കളറ് കൊടുത്ത് ആ നിരയെ മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്. അപ്പോ കടും കറുപ്പല്ലാത്ത ബ്രൗൺ കളർ പോലെയുള്ള കളർ കൊണ്ട് ചായം കൊടുത്താൽ സുന്നത്ത് കിട്ടുകയും ചെയ്യും. ആ നിരയുടെ വെളുപ്പ് പെട്ടെന്നൊട്ട് തെളിഞ്ഞ് കാണുകയുമില്ല. ചുവപ്പോ മഞ്ഞയോ അതല്ലെങ്കിൽ കാപ്പി കളറോ തുടങ്ങിയ കളറുകളിലൊക്കെ മൈലാഞ്ചി ലഭിക്കും. അതേതെങ്കിലും ഉപയോഗിക്കുക, കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. അതുകൊണ്ടാണ് കറുപ്പ് ചായം കൊടുക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് പരിഹാരമല്ല ഒരിക്കലും താടി വടിക്കുക എന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ധാരാളം ഹദീസുകളിലൂടെ താടി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ ജീവിതത്തിൽ ഒരിക്കൽ പോലും താടി വടിച്ചതായി റിവായത്തില്ലാത്തത് കൊണ്ട്, താടി വെക്കാൻ കൽപ്പിക്കുകയും ഒരിക്കലെങ്കിലും താടി വടിക്കുകയും ചെയ്യാത്തത് കൊണ്ട് അത് ഹറാമാണ് എന്നും അല്ല തഹരീമിന്റെ കറാഹത്താണ് എന്നും രണ്ടഭിപ്രായം മഹാന്മാരായ ഉലമാക്കൾക്കുണ്ട്. രണ്ടായാലും ഹറാമിന്റെ കുറ്റാണ്. അപ്പൊ കറുപ്പ് ചായം കൊടുക്കൽ ഹറാമാണെന്ന് വെച്ച് അത് ഒഴിവാക്കി വടിക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഹറാമാണ്. ഒരു ഹറാം ഒഴിവാക്കിയിട്ട് വേറൊരു ഹറാമിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമല്ല. പ്രശ്നത്തിന് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് ചായം കൊടുക്കാനാണ്. പക്ഷെ ചായം കൊടുക്കുമ്പോൾ കറുപ്പ് ചായം പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കുക. കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന കാപ്പി കളർ തുടങ്ങിയ കളറുകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. കറുപ്പ് കൊടുക്കൽ വിരോധിക്കപ്പെട്ടതാണ്. അത് ഹറാമാണെന്നാണ് ശാഫി മദ്ഹബ്. എന്നതുപോലെ ഹറാമാണോ അതല്ല തഹരീമിന്റെ കറാഹത്താണോ എന്ന അഭിപ്രായമുണ്ട്. തഹരീമിന്റെ കറാഹത്താണെങ്കിലും ഹറാമാണെങ്കിലും രണ്ടും ചെയ്താൽ കുറ്റമുള്ളത് തന്നെയാണ്. അപ്പൊ താടി വടിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. ഒരിക്കലും കറുപ്പ് ചായം കൊടുക്കുക എന്ന ഹറാമിൽ നിന്നിട്ട് ഒഴിവാകാനുള്ള ഒരു പരിഹാരമല്ല താടി വടിക്കൽ. മറിച്ച് കറുപ്പല്ലാത്ത മറ്റ് കളറുകളെ കൊണ്ട് ചായം കൊടുക്കലാണ് അതിന് പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്. പിന്നെ ആമുഖത്തിൽ പറയാതെ കുറച്ച് സമയം വേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂമിങ്ങൾ അവരെ സംബന്ധിച്ചൊരു പഠനം, ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദമായൊരു പഠനമല്ലെങ്കിലും ചെറിയൊരു വിവരണം ഇൻഷാ അല്ലാഹ് നാളെ തരാൻ ശ്രമിക്കാം. മഖ്ദൂമിങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന മഖ്ദൂമിങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിപ്പള്ളി, ചോമ്പാല കുഞ്ഞിപ്പള്ളിയിൽ മറവിട്ട് കിടക്കുന്നവരുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂമിങ്ങളിൽ പ്രമുഖർ പലരുമുണ്ട്. അവരെ സംബന്ധിച്ചൊരു വിശദമായ പഠനം ചരിത്ര പഠനത്തിന്റെ ഭാഗമായ ആവശ്യമാണ്. അത് നമ്മുടെ ഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിലും ഫത്ഹുൽ മുഈന്റെ മുസന്നിഫ് ആരാണെന്നും അദ്ദേഹം എന്തുകൊണ്ട് ചോമ്പാലയിൽ വഫാത്തായി എന്നും പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ മഖ്ദൂമികൾ ആരൊക്കെയാണ് എന്നും ചെറിയൊരു വിവരണം ഇൻഷാ അല്ലാഹ് നാളെ
തരാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദ്, ഒറ്റ ചോദ്യം. അത് 2-3 ദിവസമായി ഇങ്ങനെ തുടരെ വരുന്നു. പലരും ചോദിക്കാണ്. ഇപ്പൊ സ്വലാത്ത്, അതാണ് മൈക്ക് രണ്ടാമത് എടുത്തത്, ബാങ്ക് കൊടുക്കാരാവും ചെയ്തു. പിന്നെ ഈ നമ്മൾ സ്വലാത്ത് ഉസ്താദ്, ഓരോരുത്തർ ഹജ്ജിന് പോകുമ്പോ സ്വലാത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഇത്ര 1,50,000 ചൊല്ലിയിട്ട് അവര് ഹദിയ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്ക. പക്ഷെ അത് പിന്നെ അങ്ങനെ ഒരു 5,000, 6,000, 4,444 ഒരുമിച്ച് കൂട്ടിയത് വേറെ നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ ഉസ്താദന്മാർ ദുആ ചെയ്യുമ്പോൾ മൗലിദിനും പിന്നെ മാസം ലാസ്റ്റ് ഉസ്താദിന്റെ ഈ പരിപാടി പിന്നെ ക്ലാസ്സിന് അവസാനം ഇത് 2 ഹദിയ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കൽ കൊടുത്തത് വീണ്ടും അതേ സ്വലാത്തിന്റെ വീണ്ടും കൊടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം. ഒന്നല്ല 2-3 ആൾക്കാർക്ക് ഇന്നലെ മിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. അതിനും കൂടി മറുപടി ഉസ്താദ് പറഞ്ഞാലും. സ്വാലിഹായ അമലുകൾ സലാത്ത് എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന സ്വാലിഹായ അമാലുകൾ ഷർത്തൊത്ത് നിബന്ധന അനുസരിച്ച് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന അമലിന് പ്രത്യേകം പ്രതിഫലം തരൽ അള്ളാഹ്ക്ക് കടമപ്പെട്ടതൊന്നുമല്ല. മറിച്ച് അള്ളാഹു തരാം എന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ട് കിട്ടും എന്നത് ഉറപ്പാണ്. അപ്പൊ അവന്റെ വാഗ്ദ കൊണ്ട്, വാഗ്ദാനം കൊണ്ട് പ്രതിഫലം തരും എന്ന് അള്ളാഹു തആല പറഞ്ഞ സ്ഥിതിക്ക് പ്രതിഫലത്തിന് അർഹരാണ്. ഈ തനിക്ക് അർഹതപ്പെട്ട പ്രതിഫലം മുഅ്മിനുകളായ മറ്റാളുകൾക്ക് വേണ്ടി ഹദിയാക്കുക എന്നത് ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രമല്ല, അത് നല്ലതും ആണ്. പ്രത്യേകിച്ച് സുന്നത്തായ അമലുകൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് ഹദിയാക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. അത് മഹാന്മാരായ ഉലമാക്കൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹനം നൽകിയ കാര്യങ്ങളിൽപ്പെട്ടതുമാണ്. അപ്പൊ ഈ ഹദിയാക്കുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, ഞാൻ ഈ ചെയ്ത സ്വാലിഹായ അമല് അള്ളാഹുവേ നീ എന്നിൽ നിന്ന് സ്വീകരിച്ച് കബൂലാക്കി അതിന് നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലമുണ്ടല്ലോ, ആ വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തിൽ തുല്യമായ ഒരു പ്രതിഫലം ഇന്ന ആൾക്ക് നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഈ ഹദിയാക്കുന്നതിന്റെ താല്പര്യം. അത് ഒരാൾക്ക് ഹദിയാക്കി എന്നതുകൊണ്ട് ഈ ചെയ്ത ആൾക്ക് പ്രതിഫലത്തിൽ യാതൊരു കുറവും പറ്റൂല. അയാൾ ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് തന്നെ ലഭിക്കും. എന്നാൽ ഹദിയാക്കുകയോ അതല്ലെങ്കിൽ ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ തനിക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ലഭിക്കാൻ അർഹതപ്പെട്ട പ്രതിഫലത്തിന് സമാനമായ ഒരു പ്രതിഫലം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ഈ സ്വാലിഹായ അമല് ഇടയാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണത്. യഥാർത്ഥത്തിൽ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയാക്കുകയും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ഒരു കാര്യം നാം ചോദിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു സ്വാലിഹായ അമല് ചെയ്ത് അതിനെ ഇടയാക്കിക്കൊണ്ട് വേണം അല്ലാഹുവിനോട് ചോദിക്കാൻ. അപ്പോ ഒരാള് സ്വലാത്ത് ചൊല്ലുന്നു, അല്ലെങ്കിൽ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ഒരാൾ ഖുർആൻ ഓതുന്നു, അതല്ലെങ്കിൽ മറ്റൊരാൾ ദിക്ർ ചൊല്ലുന്നു, ഒരാൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്വാലിഹായ അമലുകളൊക്കെ ചെയ്യുമ്പോൾ ആ സ്വാലിഹായ അമലുകൾ അല്ലാഹു കബൂലാക്കി അതിന് പ്രതിഫലം തരാമെന്ന് അല്ലാഹു വഅദ ചെയ്ത ആ പ്രതിഫലം ഉൾക്കൊള്ളുന്ന ഈ സ്വാലിഹായ അമല് വസീലയാക്കി തത്തുല്യമായ ഒരു പ്രതിഫലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ ഉസ്താദന്മാർക്ക്, എന്റെ സഹപ്രവർത്തകന്മാർക്ക്, എന്നോട് ദുആവസിയത്ത് ചെയ്തവർക്ക് എല്ലാം നീ എത്തിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് അതിന്റെ ലക്ഷ്യം. അത് ഹദിയാക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ, ചൊല്ലി ദുആ ചെയ്യുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അഥവാ ഈ ചെയ്ത സ്വാലിഹായ അമൽ ഒരു വസീലയാണ്. ഇത് വസീലയാക്കി ഇതിന് ലഭിക്കുന്നതിന് തുല്യമായ ഒരു പ്രതിഫലം അവർക്കും ലഭിക്കണമേ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയാക്കി എന്നതുകൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങൾക്ക് ഹദിയാക്കുന്നതിൽ യാതൊരു തകരാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് ചെയ്തതിന് തുല്യമായ പ്രതിഫലം, നമ്മൾ ചെയ്തതിന് തുല്യമായ ഒരു പ്രതിഫലം തങ്ങൾക്ക് കിട്ടുമ്പോൾ അസ്ഹാബുൽ ബദരീങ്ങൾക്കും തുല്യമായ പ്രതിഫലം കിട്ടുന്നു.
നമ്മുടെ ഉമ്മവാപ്പമാർക്ക് വേണ്ടിയിട്ട് അറിയാക്കുന്നു, അവർക്കും അതുപോലുള്ളത് കിട്ടുന്നു. നമ്മുടെ സഹപ്രവർത്തകന്മാർക്ക് വേണ്ടി അറിയാക്കുന്നു, അവർക്കും തുല്യമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഈ സ്വാലിഹായ അമല് ചെയ്തിട്ട് ആ അമലിനെ വസീലയാക്കി ഈ അമലിന്റെ ബർക്കത്തുകൊണ്ട് ഇതിന് നീ തരുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യലാണ് അത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്തിൽ ദുആ ചെയ്തു ഹദിയാക്കി എന്നതുകൊണ്ട് വീണ്ടും ഹദിയാക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തുല്യമായ പ്രതിഫലം കൊടുക്കും. എന്നാൽ ചെയ്ത വ്യക്തിക്ക് ചെയ്തതിന്റെ പ്രതിഫലം ഒട്ടും കുറവില്ലാതെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഹലോ ഉസ്താദെ, വന്നൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മാതാപിതാക്കളുടെ മരണശേഷം ഫർളായിട്ടുള്ള നോമ്പുകൾ മക്കൾക്ക് നോറ്റ് വീട്ടാൻ പറ്റുമോ ഇല്ലെന്നാണ് ചോദിച്ചത്. അതായത് മാതാപിതാക്കളുടെ മരണശേഷം അവര് പിടിച്ച് വിടാതിരുന്ന നോമ്പുകൾ മക്കൾക്ക് പിടിച്ചു വീട്ടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, അടുത്ത കുടുംബങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാള്, അത് മാതാവാവാം, പിതാവാവാം, മകനാകാം, മകളാകാം, സഹോദരനാവാം, സഹോദരിയാവാം, ഒക്കെ ആവാം, മരണപ്പെടുമ്പോൾ അവർക്ക് ഫറളായ നോമ്പ് വീട്ടാന്റെ കടമയുള്ള നോമ്പുകൾ ഇത്രയെണ്ണം ബാക്കിയുണ്ട് എന്ന് നാം അറിയുകയും അതല്ലെങ്കിൽ അവർ വസിയത്ത് ചെയ്യുകയും ചെയ്താൽ ആ നോമ്പ് ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുത്തു വീട്ടുകയാണ് വേണ്ടത്. മനസ്സിലായി? അത് വാപ്പയാണെങ്കിലും അങ്ങനെ തന്നെ, ഉമ്മയാണെങ്കിലും അങ്ങനെ തന്നെ, ജജാഞ്ചന്മാരോ സഹോദരിമാരോ കുടുംബങ്ങളോ ഒക്കെ ആണെങ്കിലും ഫറളാക്കപ്പെട്ട നോമ്പ് വീട്ടാനുള്ളവർ മരണപ്പെട്ടാൽ ഒരു ദിവസത്തിനൊരു മുദ്ദ് വീതം കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ് ഷാഫി മദ്ഹബ്. മനസ്സിലായല്ലോ? എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ ചില ഇമാമിയങ്ങൾ മുഖ്താറാക്കിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി ഷാഫി മദ്ഹബിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവര് വിഷയം പഠനവിധേയമാക്കി നോമ്പെടുക്കാം എന്ന് പറയുകയും അങ്ങനെ നോമ്പെടുത്താൽ അതുകൊണ്ട് ഫർള് വീടും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശേഷം തന്റെ ദർസിൽ രണ്ടാമത് നടത്തിയിരുന്ന സ്ഥാനത്ത് ദാറുൽ ഹദീസിലെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പൂർത്തിയാക്കാൻ ഭാഗ്യം ലഭിക്കാതെ ഇടക്ക് മരണപ്പെട്ട ശറഹുൽ മുഅദ്ദബിന്റെ ബാക്കി ഏതാനും ഭാഗങ്ങൾ എഴുതുകയും ചെയ്ത വലിയ മഹാനാണ് ഇമാം സുബ്കി റളിയല്ലാഹു തആല. മഹാനവറുകൾക്ക് മുഖ്താറാക്കിയ അഭിപ്രായ പ്രകാരം നോറ്റ് വീട്ടുകയും ആവാം. അത് ഒരുപക്ഷെ വസിയത്തുണ്ടാവണം, അതല്ലെങ്കിൽ ഇത്രയും നോമ്പ് അവർക്ക് ഖളാവുണ്ട് എന്ന് വ്യക്തമായി നമുക്കറിയണം. എന്നാൽ നോറ്റ് വീട്ടുകയും ചെയ്യാം എന്നൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട സുബ്കി ഇമാം റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഷാഫി മദ്ഹബുകാരായ ഇമാമുകൾക്കുണ്ട്. അതനുസരിച്ച് വേണമെങ്കിൽ അമൽ ചെയ്യാം. പക്ഷേ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം കൊടുക്കുകയാണ് വേണ്ടത്, നോറ്റ് വീട്ടാൻ പറ്റില്ല എന്നതാണ് അഭിപ്രായം. ഓക്കെ, അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് നോറ്റ് വീട്ടാൻ പറ്റൂല, മറിച്ച് ഒരു ദിവസത്തിനൊരു മുദ്ദ് വീതം കൊടുക്കുകയാണ് വേണ്ടത്. ഇമാം സുബ്കി തങ്ങളൊക്കെ മുഖ്താറാക്കിയ അഭിപ്രായ പ്രകാരം നോൽക്കുകയും ആവാം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് അകത്ത പള്ളിയിൽ ജമാഅത്ത് കഴിയുമ്പോൾ തന്നെ പുറത്ത് അടുത്ത ജമാഅത്ത് നിസ്കാരം തുടങ്ങും. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വലിയൊരു ഡോറുണ്ട്.
അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും നിന്നിട്ടായിരിക്കും. അപ്പൊ അവർക്ക് പുറകില് മഅ്മൂമീങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾ ചിലപ്പോ ഇമാമിന്റെ വലതുവശത്ത് ചിലപ്പോ ഒരു 5 പേരുണ്ടാവും. 5 പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ, കാരണം അത് കഴിയുമ്പോ പിന്നെ മതിലാണ്, പള്ളിയുടെ മതിലാണ്. പിന്നെ ഇടതുവശത്തേക്ക് ചിലപ്പോൾ ആളുകൾ നീണ്ടങ്ങ് പോകും. അപ്പൊ വലതുവശത്ത് 5 പേരാണെങ്കിൽ ചിലപ്പോ ഇടതുവശത്ത് 15 പേരുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോ ആദ്യത്തെ സഫില് ചിലപ്പോ ഇമാമിന്റെ വലതുവശത്തും ഇടതുവശത്തും കറക്റ്റ് ആളുകളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സഫിൽ ഇതുപോലെ തന്നെ ഇടതുവശത്തേക്ക് ആളുകൾ ഒരുപാട് പേര് നിന്ന് പോകും. അപ്പൊ ഈ അവസ്ഥയിൽ ഉസ്താദ് എന്നാണ് പറഞ്ഞത്, ഇങ്ങനെ ആദ്യത്തെ സഫ് പൂർത്തിയായില്ലെങ്കിൽ രണ്ടാമത്തെ സഫിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടൂല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്ര ആളുകൾ നിൽക്കുമ്പോഴാണ് ഒരു സഫ് പൂർത്തിയായതായിട്ട് കരുതപ്പെടുക എന്ന് ഉസ്താദ് ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്ഥലത്തിന്റെ അസൗകര്യം കൊണ്ട് ഒരു ഭാഗത്ത് ആളുകൾ കൂടുകയും ഒരു ഭാഗത്ത് ആളുകൾ കുറയുകയും ചെയ്തതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടില്ല. അതേസമയത്ത് സ്ഥലത്തിന്റെ അസൗകര്യമൊന്നുമില്ല, സാധാരണഗതിയിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഇമാമ മധ്യത്തിലാവുകയും ഇമാമിന്റെ 2 വശത്തും ആളുകൾ തുല്യമായി നിൽക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ആള് വലതുവശത്ത് നിൽക്കണം, രണ്ടാമതൊരാൾ വന്നാൽ അയാൾ ഇടതുവശത്ത് നിന്ന് തക്ബീർ കെട്ടി 2 ആൾ കൂടി പിന്നിൽ ഒരു സഫായി നിൽക്കണം. ഇനി മൂന്നാമതൊരാൾ വരുമ്പോൾ അയാൾ വലതുവശത്ത് നിൽക്കുക, അടുത്ത 4ാമതൊരാൾ വരുമ്പോൾ അയാൾ ഇടതുവശത്ത് നിൽക്കുക. ഇങ്ങനെ 2 വശത്തും തുല്യമായി വരണം. അതാണ് സുന്നത്ത്. സുന്നത്തിനെതിരിൽ വന്നാൽ ഒരു ഭാഗത്ത് മാത്രം നിന്നാൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടാൻ, അഥവാ 27 ദർജ എന്ന് പറയുന്ന പ്രതിഫലം നഷ്ടപ്പെടാൻ ഇടവരും. അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, അല്ലാതെ ദുന്യാവിൽ മശ്രിഖ് മഗ്രിബ് ഒന്നായിട്ട് നിന്ന് കണ്ടല്ല, നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിയില് 1ാം സഫ് പൂർത്തിയാവുന്നതിന് മുമ്പ് 2ാം സഫിൽ നിന്നാൽ 2ാം സഫിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടുന്നതല്ല. അതങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ. മുമ്പ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാവിലക്കടപ്പുറത്ത് ഖത്തീബായിട്ട് ജോലി ചെയ്തിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അതായത് 2 ഭാഗത്തും പള്ളിക്ക് താഴ്വരയുണ്ട്, ഇടതുവശത്തുണ്ട് വലതുവശത്തുണ്ട്, അകംപള്ളിയും ഉണ്ട്. അപ്പൊ അകംപള്ളിയിലെ സഫ് 1ാം സഫ് പൂർത്തിയായാൽ 2ാം സഫിൽ ആള് നിൽക്കും, 3ാം സഫിൽ ആള് നിൽക്കും. അകംപള്ളി നിറഞ്ഞെങ്കിലേ ആളുകൾ താഴ്വരയിൽ നിൽക്കുള്ളൂ. അപ്പൊ 1ാം സഫ് കൃത്യമായി കണക്കാക്കി നിന്നാൽ ഈ ഇടത്തെ വശത്തും വലത്തെ വശത്തുമുള്ള താഴ്വരയിലും കൂടി ആള് നിൽക്കണം, അപ്പോഴേ പൂർത്തിയാവുള്ളൂ. അപ്പൊ ഈ താഴ്വരയിലും നിന്ന് പൂർത്തിയായിട്ടേ ബേക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വരുമോ എന്നൊരു സംശയം വന്നപ്പം ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് എന്ന ഹയാത്തിലുണ്ട്, അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാട്ടെ, ഉസ്താദ് അവരുടെ സമീപിച്ച് ഈ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിലും ഒരു മൈതാനി ഒന്നായിട്ട് മശ്രിഖ് മഗ്രിബ് സ്വപ്പ് കൂട്ടാൻ പറ്റുമോ? നിസ്കരിക്കാനൊരു ബൗണ്ടറി കണക്കാക്കുക, ആ കണക്കാക്കിയ സ്ഥലത്ത് ഒരു സ്വഫ് പൂർത്തിയാകുക, പിന്നെ 2ാം സഫ്. അപ്പൊ അകമ്പള്ളിയെ മാത്രം യഥാർത്ഥ പള്ളി, മറ്റേത് താഴ്വര കൂട്ടിച്ചേർത്തതാ. അപ്പൊ അകമ്പള്ളി ബൗണ്ടറിയായി കൂട്ടിയാൽ അകമ്പള്ളിയിലെ 1ാം സഫ് പൂർത്തിയായതിനു ശേഷം 2ാം സഫിൽ നിന്നാൽ ജമാഅത്തിന്റെ കൂലിക്ക് പ്രതിഫലത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എന്ന് ഉസ്താദ് അവർ വിശദീകരിച്ചു തന്നതുപോലെ തന്നെ ഒന്നായിട്ട് പള്ളി തായരി നിറഞ്ഞതിന്റെ ശേഷം ആ സ്വഫ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബൗണ്ടറി ആയിട്ട് കണക്കാക്കപ്പെട്ട സ്ഥലം അത് അകമ്പള്ളിയാണെങ്കിൽ ആ അകമ്പള്ളി പൂർത്തിയായി കഴിഞ്ഞാൽ 1ാം സഫ് പൂർത്തിയായി കഴിഞ്ഞാൽ 2ാം സഫിൽ നിൽക്കുക. അതുപോലെ തന്നെ ഇമാം നിൽക്കുന്ന സ്ഥലം മധ്യത്തിലാകലാണ് സുന്നത്ത്. പക്ഷേ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരു ഭാഗത്ത് കൂടുതൽ ആളുകൾ വരും, മറുഭാഗത്ത് ആളുകൾ കുറയും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വന്നതെങ്കിൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുകയില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരുപാട് ആളുകൾ ഈ സംശയം ചോദിച്ചിട്ടുണ്ട്.
ആ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഉസ്താദ്, വേറൊരാൾ ചോദിച്ച ചോദ്യം കൂടി ആയതുകൊണ്ട് ഉസ്താദിന് പ്രശ്നമായിട്ട് അതിന്റെ അതൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ചോദ്യം: നമ്മളെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവ് ശരിയായിരിക്കണമെന്ന് നിയമമാണ്. എന്നിരിക്കെ ചില കല്യാണങ്ങളിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട തേട്ടങ്ങള്, പിന്നെ അതുമായിട്ടുള്ള എന്തൊക്കെ പരിപാടികളുണ്ട് അതൊക്കെ തന്നെ, അതിലൊക്കെ ബീഫായിട്ടുള്ള കറികളും ചിക്കനായിട്ടുള്ള കറികളും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ ചിക്കനും ഈ ബീഫും എവിടുന്നാണ് അറുത്തത്, എങ്ങനെയാണിത് ഇതിനെ അറുത്തത് എന്ന് അറിയില്ല. അപ്പൊ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് അടുത്ത ആൾ അറിയേണ്ടതുണ്ടോ? ഇപ്പൊ അധികം മിക്ക എന്തെങ്കിലും കടകളിൽ നടത്തുന്ന, അപ്പൊ കടയിൽ ആ ജോലി ചെയ്യുന്ന ആളുകളാണ് നടത്തത്. ആ അറിവ് ശരിയായിക്കോളണം എന്നില്ല എന്നാണ് അധികം ആളുകളും പറയുന്നത്. ഒരു അറിവുകൊണ്ട് അറക്കാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോ പിന്നെ കല്യാണങ്ങളിലും അതുപോലെ തന്നെ നമ്മളൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഈ അറിവ് ശരിയാകണമെന്ന് ഉറച്ചത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എന്റെ ചോദ്യം. ഉസ്താദിന് ചോദ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ മൈക്ക് വിടുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങളെ ശബ്ദമൊക്കെ നല്ലോണ്ട്, എന്തോ ഒരു കല ഒരു പരപരപ്പ് ശബ്ദമുണ്ട്. ഏതായാലും ചോദ്യത്തിന്റെ ഉദ്ദേശാർത്ഥം മനസ്സിലായിട്ടുണ്ട്. കല്യാണങ്ങള്, സൽക്കാരങ്ങള് തുടങ്ങിയ പരിപാടികളിൽ മാംസങ്ങൾ, അത് കോഴിയാവാം, ആടാവാം, അല്ലാത്ത ബീഫാവാം, ആ മടി നിന്നിട്ട് മാംസം വാങ്ങുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെയല്ലേ? അതും അങ്ങനെ തന്നെ. ആരാണ് അറക്കുന്നത് എന്ന് കൃത്യമായി നമുക്കറിയില്ല. അവിടുത്തെ കച്ചവടക്കാരോ അവരുടെ പണിക്കാരോ ആരെങ്കിലും അടക്കുന്നതായിരിക്കാം. അപ്പൊ അത് ഭക്ഷിക്കാൻ പറ്റുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. നഹ്നു നഹ്കുമു ബിൽളവാഹിരി വല്ലാഹു യതവല്ല സറായിർ. ഫിഖ്ഹിൽ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. നാം പ്രത്യക്ഷമായ കാര്യങ്ങളെ കൊണ്ടാണ് വിധി പറയുക. ഉള്ളു അള്ളാഹുവിനറിയാം. അപ്പോ നാം വാങ്ങുന്ന മാംസം ഒരു മുസ്ലിമായ മനുഷ്യൻ അർത്ഥതാണ് എന്ന ധാരണ നമുക്കുണ്ടായാൽ മതി. അതല്ലാതെ ഇന്ന ആളാണ് അർത്ഥത്, അയാൾക്ക് അറിവിനെ പറ്റിയിട്ട് നന്നായി അറിയുമോ, അതല്ല അയാൾ സുമാറാണോ അറക്കുന്നത് എന്നൊന്നും ചികഞ്ഞന്വേഷിക്കേണ്ടതില്ല. സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കാനുള്ളത് അറക്കുന്നത്. ഒന്ന്, അർത്ഥത് മുസ്ലിമായ മനുഷ്യനായിരിക്കണം. അത് മോല്യാരായിക്കൊള്ളണമെന്നില്ല, മൊല്ല ആയിക്കൊള്ളണമെന്നില്ല, മുസ്ലിം ആവണം. പുരുഷനായാൽ നന്ന് സ്ത്രീക്കും അറുക്കാം. അശുദ്ധിയുള്ള സമയത്ത് പോലും സ്ത്രീകൾ അറുത്താൽ ഭക്ഷിക്കൽ ഹലാലാണ്, പക്ഷേ കറാഹത്തുണ്ട്. എങ്കിലും അറുത്താൽ ഭക്ഷിക്കാം. അപ്പൊ മുസ്ലിം ആവണം. ബിസ്മി ചൊല്ലൽ സുന്നത്തേയുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും മുസ്ലിം ആണെങ്കിൽ അത് ഹലാലാകും എന്നാണ് ഷാഫി മദ്ഹബിന്റെ പക്ഷം. അപ്പൊ ഒന്ന്, അറുക്കുന്ന ആട് മുസ്ലിമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, പല്ലുകൊണ്ടോ എല്ലുകൊണ്ടോ അല്ലാതെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഈ മൃഗത്തിന്റെ അന്നനാളവും ശ്വാസനാളവും മുറിഞ്ഞിരിക്കണം. ഹൽക്കും മരിയും മരണം എന്നാണ് അതിന് പറയാ. അഥവാ അന്നനാളവും ശ്വാസനാളവും മുറിഞ്ഞിരിക്കണം. അത് എല്ലുകൊണ്ടോ പല്ലുകൊണ്ടോ പാടില്ല, അല്ലാത്ത നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടായിരിക്കണം. അങ്ങനെ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട്, എല്ലും പല്ലുമല്ലാത്ത മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ഈ മൃഗത്തിന്റെ അന്നനാളവും ശ്വാസനാളവും ഒരു മുസ്ലിമായ മനുഷ്യൻ അറുത്തു കഴിഞ്ഞാൽ അത് ഹലാലാണ്. അങ്ങനെയാണ് മുസ്ലിമായ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അത് ഹലാലായ നിലക്ക് അറുത്തതായിരിക്കും
എന്ന ധാരണമുണ്ട്. ആ ധാരണ മതി. അല്ലാതെ കൃത്യമായി ഇന്നാൾ അർത്ഥതാണ് എന്ന് അറിയേണ്ടതോ അന്വേഷിക്കേണ്ടതോ ആയ ആവശ്യം ഇല്ല. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കടയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ സംശയമുണ്ട്. എന്നാൽ ആ സ്ഥലത്തുനിന്ന് വാങ്ങുമ്പം ഒന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം നല്ലത്. അതല്ലാതെ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, അല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഒരു മുസ്ലിമിന്റെ ഷോപ്പിൽ നിന്നിട്ടും മാംസം വാങ്ങിക്കൊണ്ടുവന്ന് അത് മുസ്ലിമയെ അറുക്കൂ എന്നതാണ് നമ്മുടെ ധാരണ. അപ്പൊ മുസ്ലിം അറുത്തതാണ്, മുസ്ലിമിന്റെ അടുക്കൽ നിന്നിട്ട് വാങ്ങിയതാണ്, അദ്ദേഹം അൽക്കും മരിയും അറുന്ന രീതിയിൽ അറുത്തിട്ടുണ്ടാവും എന്ന ധാരണയനുസരിച്ച് അത് ഉപയോഗിക്കൽ ഹലാലാണ്. അസ്സലാമു അലൈക്കും. സൗണ്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ചോദിക്കട്ടെ ഉസ്താദ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്റെ ജോലിയിൽ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. കേൾക്കുന്നില്ല? ആരോ ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല. ഹലോ. അതായത് ഞാൻ ഒരു കച്ചവട സംബന്ധമായിട്ട് ഒരു കമ്പനിയാണ്. അതായത് ഒരിടത്തുനിന്ന് സാധനം എടുത്തിട്ട് മറ്റിടത്ത് കൊണ്ടു കൊടുക്കുന്ന ഒരു ജോലിയാണ്. അപ്പൊ എടുക്കുന്നിടത്തുനിന്ന് അവരടുത്തുനിന്ന് ചില പാർട്ടീസിന്റെ അടുത്തുനിന്ന് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് എന്തെങ്കിലും സന്തോഷത്തോടു കൂടി ഒന്നും തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരടുത്തുനിന്ന് കൂടുതൽ സാധനം എടുക്കും. അതേപോലെ നമ്മൾ കൊടുക്കുന്നിടത്തുനിന്ന് തന്നെ ഞങ്ങളടുത്തുനിന്ന് കൂടുതൽ സാധനം അവർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയും തന്നെ അവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും പരസ്പരം സന്തോഷത്തോടു കൂടി തന്നെയാണ്. എങ്കിൽ അത് മറ്റുള്ളവർക്ക് ചില സന്ദർഭത്തിൽ ദോഷം വരുന്നുണ്ട്, മറ്റ് ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക്. അപ്പൊ ഇത് കൈക്കൂലിയായിട്ട് ഇത് ഹലാലാവാതെ ഇരിക്കുവോ, ഇത് കൈക്കൂലിയുടെ ഗണത്തിൽ പെടുവോ എന്നുള്ളതാണ് സംശയം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരു സ്ഥാപനത്തിൽ നിന്നും കൂടുതൽ സാധനം വിൽപ്പന നടത്താൻ വേണ്ടി അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് സമ്മാനമായി വല്ലതും കൊടുക്കുക, അത് നാം വാങ്ങുമ്പോഴായാലും നാം മറിച്ച് വിൽക്കുമ്പോൾ നമ്മളടുക്കൽ നിന്നിട്ട് കൂടുതൽ സാധനം വാങ്ങാൻ വേണ്ടി പ്രോത്സാഹനാർത്ഥം വല്ല സമ്മാനം കൊടുക്കുക എന്നത് വ്യാപാരത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അനുവദനീയമായ സമ്മാനങ്ങളിൽ പെട്ടതാണ്. അതേസമയത്ത് ഇതിന്റെ പേരിൽ കൃത്രിമമോ വഞ്ചനയോ ചതിയോ വരാൻ പാടില്ല. ഉദാഹരണം, കേടുള്ളതാണ് അല്ലെങ്കിൽ രണ്ടാം തരം വസ്തുവാണ്, ഇതിനെ മേന്മപ്പെടുത്തി മറ്റുള്ളവർക്ക് വിറ്റ് മറ്റുള്ളവരെ വഞ്ചിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഏജന്റുമാർക്ക് അതല്ലെങ്കിൽ കച്ചവടക്കാർക്ക് കൈക്കൂലി എന്ന നിലക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പാടില്ല. ഇത് അതൊന്നുമല്ല, സാധനമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ കൃത്രിമോ വഞ്ചനയോ രണ്ടാം കടയോ ഒന്നുമില്ല. പക്ഷേ പല ഹോൾസെയിൽ മാർക്കറ്റിൽ പല ഷോപ്പിൽ നിന്നിട്ടും കിട്ടുന്ന സാധനമാണ്. അപ്പൊ അവര് ഓരോരുത്തരും അവർക്ക് കൂടുതൽ കച്ചവടം ലഭിക്കാൻ വേണ്ടി പ്രോത്സാഹനാർത്ഥം തങ്ങളിൽ നിന്നിട്ടും വാങ്ങുന്ന ആളുകൾക്ക്, അത് ഷോപ്പുകാരാവാം ഏജന്റുമാരാവാം ആരും ആകാം, അവർക്കൊരു പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് സൗജന്യമായി കൊടുക്കുക. അതിന് പറയാൻ ലാഭത്തിൽ ചേരുന്ന കൂടുതൽ സാധനം അവരെടുക്കൽ നിന്ന് വരുമ്പോൾ അവർക്ക് ലാഭവിഹിതം കൂടും. അതിന്റെ ചെറിയൊരു വിഹിതം സമ്മാനമായി ഈ വാങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൈക്കൂലിയുടെ പട്ടികയിൽ വരില്ല, സമ്മാനത്തിന്റെ പട്ടികയിലാണ് വരുന്നത്. ഇപ്പൊ അല്ലേ ചില ഫെസ്റ്റിവലുകളൊക്കെ പ്രഖ്യാപിച്ച് കാറും അതുപോലെ തന്നെ സ്വർണവും മറ്റു പല സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നു. അതൊക്കെ കച്ചവടത്തിന്റെ പ്രചരണാർത്ഥം അനുവദനീയമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ പേരിൽ തട്ടിപ്പും വഞ്ചനയും വരാൻ പാടില്ല. സാധാരണഗതിയിൽ 1,00,000 രൂപയുടെ കച്ചവടം നടക്കുന്നോർത്ത് ഇങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏജന്റുമാർക്ക് സമ്മാനം പ്രഖ്യാപിച്ചാൽ 1,00,000 10 ലക്ഷമാക്കി മാറ്റാൻ കഴിയുമ്പോൾ അത് 10 ലക്ഷം കൊണ്ട് കിട്ടുന്ന ലാഭത്തിന്റെ 1% ഈ സമ്മാനത്തിന് അല്ലെങ്കിൽ 2% സമ്മാനത്തിന് മാറ്റിവെച്ചാൽ കച്ചവടക്കാർക്ക് അപ്പോഴും ലാഭമായിരിക്കും. അപ്പൊ ആരെയും ചതിക്കാതെ തന്നെ കച്ചവടം വർദ്ധിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് കൊടുക്കുന്നതും അത് വാങ്ങുന്നതും വിരോധിക്കപ്പെട്ട ഹറാമായ പട്ടികയിൽ പെടുകയില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അത്
പിന്നെ ഉസ്താദെ, പിന്നെ ഇതെന്തെന്ന് വെച്ചാല് ഞാൻ ചോദിക്കാനുള്ള സാഹചര്യം ഞാൻ അതിനെ കൂടെ പറയാൻ പറഞ്ഞത്, കമ്പനിയല്ല ഇതിന്റെ ലാഭം കമ്പനിക്കല്ല കിട്ടുന്നത്. അതായത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഞാനാണെങ്കിൽ എന്റെ പോക്കറ്റിക്കാണ് കാശ് വരുന്നത്, അല്ലെങ്കിൽ ആ സാധനം വരുന്നത്. ഞാൻ കൊടുക്കുന്നിടത്തും അങ്ങനെ തന്നെ. കൊടുക്കുന്ന കമ്പനിക്കല്ല ഇത് കൊടുക്കുന്നത്, അത് അവിടെ റിസീവ് ചെയ്യുന്നവരുടെ പോക്കറ്റിക്കാണ് ഇത് പോകുന്നത്, അവർക്കാണ് ഇതിന്റെ ലാഭം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇതുകൂടെ ഉസ്താദ് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ. ചോദ്യം ചോദിച്ച് ഇടങ്ങാറാക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതിൽപ്പെട്ട ചോദ്യമാണിത്. ഒരു കാര്യം ചോദിക്കുമ്പം ഇത് ഹറാമാണ് എന്നുള്ളൊരു വിധി എനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനു വേണ്ടി ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഹലാലാണെന്നുള്ള വിധി കിട്ടാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കുക എന്ന തത്വം വിട്ടിട്ട് ഒരു കാര്യം അതിന്റെ വസ്തുത പറഞ്ഞിട്ട് അത് ഇസ്ലാമിൽ ഹലാലോ ഹറാമോ എന്ന് പഠിക്കാൻ നോക്കുക. അതാ മാർഗമുള്ളൂ. മറ്റേത് കേൾക്കണോലെ ഇടങ്ങേറാക്കണ ഒരു ജാതി ചോദ്യം. കച്ചവടക്കാര്, ഞാൻ ഒന്നുകൂടി പറയാം, ഒരു ഫാക്ടറിയിൽ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനത്തെ 10 ഫാക്ടറികൾ ഒരു സ്ഥലത്തുണ്ട്. ഈ ഫാക്ടറികൾ തങ്ങളുടെ അരികെ നിന്ന് സാധനം വാങ്ങുന്ന ആളുകൾക്ക്, കൂടുതൽ വാങ്ങുന്ന ആളുകൾക്ക് എന്തെങ്കിലും സമ്മാനം ഓഫർ ചെയ്യുന്നു. ആ സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ട് കസ്റ്റമേഴ്സ് അവിടെ എത്തുന്നു. അങ്ങനെ അവർക്ക് ധാരാളം സാധനങ്ങൾ ചെലവാകുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ ലാഭം കിട്ടും. ആ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം തങ്ങളുടെ ഫാക്ടറിയിൽ നിന്നിട്ടും സാധനം വാങ്ങുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമായി കൊടുക്കുന്നു എങ്കിൽ അത് ഹലാലാണ് എന്നപ്പോ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ വിധി. അതുപോലെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് എടുത്ത സാധനം റീറ്റെയിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നിട്ട് വാങ്ങണം എന്ന നിലക്ക് അത് എടുക്കുന്ന ഷോപ്പുകാർക്ക് കൊടുക്കുന്നു. ഇത് രണ്ടും പ്രോത്സാഹനമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് വ്യക്തികളാണ് ചെയ്യുന്നത്, കമ്പനിയല്ല, അല്ലെങ്കിൽ കമ്പനിയാണ് ചെയ്യുന്നത്, വ്യക്തികളാവുന്നു എനിക്കറിയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, മഗ്രിബിന്റെ അതായ സമയം എപ്പോഴാണ്? അത് ഇശാ വരെ ഉണ്ടോ? അതല്ല അത് മാനത്തെ ചുവപ്പ് മാറുന്നത് വരെ ആണെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഖളാഇന്റെ ഇത് ചെയ്യേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. ഉസ്താദ് കേട്ടില്ല. ഉസ്താദ് കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ ഉസ്താദ്? ഉസ്താദിന്റെ അവിടുത്തെ കുഴപ്പമായിരിക്കും. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയായി, വൈലക്സ് പോയി, പിന്നെ അതിന്റെ ഇടയ്ക്ക് നെറ്റ് ചെറിയ പ്രശ്നമായി, ഒക്കെ ശരിയായി തോന്നുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ചോദ്യം ഞാൻ കേട്ടത് മഗ്രിബിന്റെ അദാ ആയ യഥാർത്ഥ സമയം ഏതാണ് എന്നാണ്. അതുവരെ കേട്ടാണ്, പിന്നൊന്നും കേട്ടിട്ടില്ല. അത്ര തന്നെയല്ലേ ഉള്ളൂ ചോദ്യം? തന്നെയായിരിക്കും തോന്നുന്നു. മഗ്രിബിന്റെ യഥാർത്ഥ അദാ ആയ വഖത്ത് അതാണല്ലോ തുടക്കത്തിൽ കേട്ട്. അല്ലാന്നാരായതിന് ആരെയാ ചോദ്യം ചോദിച്ചതിനാളാ? അതെ, ആരെ അല്ലാന്ന് എഴുതിയോ? ഞാൻ കേട്ടത് അതാണ്. അതിന്റെ ശേഷം പിന്നെ വേറെ വല്ല ചോദ്യം ചോദിച്ചിരുന്നോന്ന് അറിയില്ല. ഉസ്താദ്, അതെന്നാണ് ചോദ്യം. മഗ്രിബിന്റെ അതായ സമയം ഇശാ വരെ ഉണ്ടോ? ഇനി അതല്ല മാനത്തെ ചുവപ്പ് മാറുന്നത് വരെ ആണെങ്കിൽ ആ ചുവപ്പ് മാറിക്കഴിഞ്ഞാല് ഖളാ നിയത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നാണ്. ഓക്കെ, നൈക്കറി. അത് നിങ്ങളിപ്പോ മലയാളത്തിൽ 2 വട്ടം പറഞ്ഞു എന്നല്ലാതെ സംഗതിയൊക്കെ ഒന്ന് തന്നെ ചോദിച്ച്. ആ ചോദ്യം നേരത്തെ പറഞ്ഞ അതാ സക്കി ഉസ്താദൊക്കെ പറഞ്ഞ അതന്നെ അതേന്ന് പറഞ്ഞ്. അതാണ് എന്റെ ശരി.
മഗ്രിബിന്റെ അദാ ആയ വഖത്ത് ഏതാണ്? ഷാഫി മദ്ഹബിലെ മുഅ്തമദനുസരിച്ച് ഇശാ ബാങ്ക് വിളിക്കുന്ന സമയം വരെ അഥവാ മേഘത്തിലുള്ള ചുവപ്പ് മായുന്നത് വരെ മഗ്രിബിന്റെ അദാ ആയ വഖത്താണ്. പക്ഷെ ഷാഫി മദ്ഹബിൽ ഖദീമും ജദീദും തമ്മിൽ വ്യത്യാസമുള്ള മസ്അലകളിൽപ്പെട്ടതാണ്. ഖദീം മുഅ്തമദാക്കുകയും അതനുസരിച്ച് ഫത്വ ചെയ്യപ്പെടുകയും ചെയ്ത ബാത്തിലാണ്. തന്നെയല്ല, ജദീദിലും അങ്ങനെ അഭിപ്രായമുണ്ട്. സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഗ്രിബിന്റെ വഖത്ത് ഇശാ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇശാ ബാങ്ക് വിളിക്കുന്ന സമയം മേഘത്തിന്റെ ചുവപ്പ് മായുമ്പോഴാണ്. അത് രണ്ടും രണ്ടല്ല. മേഘത്തിന്റെ ചുവപ്പ് മായുക എന്നത് ഇശാന്റെ വഖത്ത് കഴിയുകയും അല്ല, മഗ്രിബിന്റെ വഖത്ത് കഴിയുകയും ഇശാന്റെ വഖത്ത് പ്രവേശിക്കുകയും ചെയ്തതിന്റെ അടയാളമാണ് മേഘത്തിലെ ചുവപ്പ് മാറുക എന്ന് പറഞ്ഞത്. അപ്പൊ മേഘത്തിലുള്ള ചുവപ്പ് മാറുന്നത് വരെ അഥവാ ഇശാ വഖത്ത് കടക്കുന്നത് വരെ മഗ്രിബിന്റെ അദാ ആയ വഖത്ത് തന്നെയാണ്. അതുവരെയുള്ള ഏത് സമയത്തും അദാ എന്ന നിയ്യത്തോടു കൂടി തന്നെ നിസ്കരിക്കേണ്ടതാണ്. പക്ഷേ മുഖ്താറായ വഖത്ത്, ഉത്തമമായ സമയം മഗ്രിബ് ബാങ്ക് കൊടുത്തത് മുതൽ വുളൂ ചെയ്ത് വസ്ത്രം മാറ്റി നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ 3 റക്അത്ത് ഫർദ് നിസ്കരിച്ച് പിന്നീട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സമയം വരെയുള്ളതാണ് ഉത്തമമായ അഫ്ളലായ അല്ലെങ്കിൽ മുഖ്താർ അദാ ആയ വഖത്താണ്. ആ സമയത്തൊക്കെ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരത്തെ അദാ ആയി തന്നെയാണ് നിസ്കരിക്കുന്നത്, ഖളാ അല്ല. ഇശാ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി അഥവാ മേഘത്തിലുള്ള ചുവപ്പ് മായുന്നതോടുകൂടിയാണ് മഗ്രിബ് ഖളാ ആവുന്നത്. ശരിയല്ലേ? ചുവപ്പ് മായുക എന്നറിയുന്നതും ഇശാന്റെ വഖത്ത് എടുക്കുക എന്നറിയുന്നതും രണ്ടും ഒന്നാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അസ്സലാമു അലൈക്കും. ഉസ്താദേ, എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഷാർജയിലാണ്. ഞാനിവിടെ ഒരു ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ ഇൻഷുറൻസിന്റെ ബിസിനസ് ആണ്. ഇൻഷുറൻസ് കാർഡ് വാങ്ങിയിട്ടുള്ള ഇൻഷുറൻസിൽ മെഡിസിൻ വാങ്ങല്, അത് മെഡിസിൻ വിൽക്കലും വാങ്ങലും എന്താണ് അതിന്റെ വിധി എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദേ. അസ്സലാമു അലൈക്കും. ഇൻഷുറൻസ് പൊതുവെ ഇസ്ലാം വിരോധിച്ച ബാങ്കിങ്ങിനേക്കാളും അല്പം കൂടി ഗൗരവപ്പെട്ട പലിശ, അവ്യക്തത, ദുരൂഹത എന്നിങ്ങനെയുള്ള 3-4 അപകടങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് ഉത്തമമല്ല എന്ന് തീർത്ത് പറയാം. പക്ഷേ ഇന്ന് ലോകത്ത് വ്യാപകമായി ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ശൈത്താൻ ദുനിയാവ് ആകെ അതിന്റെ പല്ലും നഖവും ആഴ്ത്തി ലോകത്തെ പിടിയിൽ ഒതുക്കിയിരിക്കഴിഞ്ഞു. കുറഞ്ഞൊരു സ്ഥലം സൗദി അറേബ്യയിൽ കുറച്ചു കാലം ബിൻബാസ് മരിക്കുന്നത് വരെ അവിടെ അത് നടന്നിരുന്നില്ല. കുറച്ചു കാലം അവർ നടത്തി നോക്കിയെങ്കിലും ബിൻബാസ് അതിനെതിരെ ശക്തിയായി ശബ്ദിച്ചപ്പം അവര് പിന്മാറിയിരുന്നു. പക്ഷെ അയാൾ മരണപ്പെട്ടവൻ പിന്നെ അത്ര ശക്തമായി ഗവൺമെന്റിനെ സ്വാധീനിച്ചുകൊണ്ട് ആജ്ഞാശക്തിയുള്ള പണ്ഡിതന്മാരൊന്നും ഇല്ലാതായപ്പോ അവരുൾപ്പെടെ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന കൊള്ള ലോകത്ത് വ്യാപകമായിരിക്കുന്നു. അത് ശരിക്കും ഒരു കൊള്ളയാണ്. പല ആനുകൂല്യങ്ങളും തരും എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് കോടാനുകോടി ഡോളർ ഊറ്റിയെടുത്ത് അതിന്റെ ലക്ഷത്തിലൊരു അംശം പോലും തിരിച്ചു കൊടുക്കാതെ എന്തൊക്കെയോ ദുരൂഹതയും അവ്യക്തതയും നിറഞ്ഞ പലിശയും ബാങ്കുകാർ നടത്തുന്ന എല്ലാ കൊള്ളയും ഉൾക്കൊള്ളുന്ന ഒരു അപകടകരമായ മേഖലയാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. കൂടുതൽ വിശദമായി പഠിക്കാൻ ബഹുമാനിയിൽ ഒരു പുസ്തകമുണ്ട്. അത് വാങ്ങി ഒരാവർത്തി മനസ്സിരുത്തി വായിച്ചാൽ
കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും എന്ന് ഞാൻ സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാൻ കുറച്ചു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അറിവുമായിട്ടുള്ള ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നു മുമ്പേ. ഉസ്താദെ, ഈ ചില അറിവുകളില് കളികളറക്കുമ്പോൾ അല്ലെങ്കിൽ കോഴികളറക്കുമ്പോ ഇതിലൊക്കെ കിബിലക്ക് തിരിഞ്ഞിട്ട് അറവ് അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക, വെള്ളം കൊടുത്തിറക്കുക, ഇങ്ങനൊക്കെ കാണുന്നുണ്ട്. നമ്മള് പഴയ കാലത്ത് തന്നെ കേട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു അറക്കണ ആളും കൂടിയാണ്. അപ്പോ ഇത് ശരിയാണോ? അതാണ് ഒരു ചോദ്യം. പിന്നെ കത്തിമ ചോരായാൽ അടുത്തത് അറക്കുമ്പോ ആ ചോര കഴുകിയിട്ട് വീണ്ടും അറവ് നടത്തുക, വീണ്ടും അറവ് നടത്തണം. അങ്ങനെയൊക്കെ കാണുന്നു, നമ്മൾ ചെയ്യുന്നു. ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ അതിനൊരു മറുപടി ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഉസ്താദ് പറഞ്ഞു തരാണെങ്കിൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൈക്ക് വിടാനിട്ട് അവസ്ഥയല്ലേ, ബുദ്ധിമുട്ടല്ലേ? വേഗം ചോദ്യം കഴിഞ്ഞ ഉടനെ മൈക്ക് വിടാൻ മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. നിങ്ങളാ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ അറിവിന്റെ സുന്നത്തുകളും ആദാബുകളുമായി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. മാംസം ഭക്ഷിക്കാൻ ഈ പറഞ്ഞതൊന്നും ഷർത്തില്ല. അതിന് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമായ മനുഷ്യനെ അറക്കണം. അതുപോലെ തന്നെ പല്ലും നഖവുമല്ലാത്ത മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ശ്വാസനാളവും അന്നനാളവും മുറിഞ്ഞിരിക്കണം. അത്രേ ഷർത്തുള്ളൂ. എന്നാൽ ഈ പറഞ്ഞതൊക്കെ സുന്നത്ത, അഥവാ കിബിലയിലേക്ക് മൃഗത്തെ തിരിച്ചു കടത്തുകയും കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് അറക്കുകയും ചെയ്യൽ സുന്നത്താണ്. അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ഏറ്റവും നല്ലത്. അതിന്റെ പുറമെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് സ്വലാത്തും ചൊല്ലാതെ സുന്നത്താണ്. അതുപോലെ തന്നെ ഒരു മൃഗത്തെ അറുത്തു കഴിഞ്ഞാൽ രണ്ടാമതൊരു മൃഗത്തെ അറുക്കുന്ന സമയത്ത് ഈ കത്തിയിലുള്ള ചോര കഴുകൽ നജസ് വേണ്ടി കത്തി കഴുകി രണ്ടാമത്തെ മൃഗത്തെ അറക്കുകയാണ് വേണ്ടത്. അഥവാ നജസ്സുള്ള കത്തി കൊണ്ട് അറുത്താൽ തിന്നൽ ഹറാമൊന്നും ആവൂല. അത് ഞാൻ പറഞ്ഞ ഷർത്തൊക്കെ ഹലാലാവും. എന്നാൽ ഒരു മൃഗത്തെ, ഒരു കോഴിയെയോ ഒരു ആടിനെയോ ഒരു കാലിയെയോ അറുത്തു കഴിഞ്ഞാൽ ആ നജസ് പുരണ്ട, ആ രക്തം പുരണ്ട കത്തി കഴുകി രണ്ടാമത് അറക്കുകയാണ് വേണ്ടത്. എന്നതുപോലെ അറക്കാൻ പോകുന്ന മൃഗത്തെ അറക്കുന്നതിന് മുമ്പ് റാഹത്താക്കൽ സുന്നത്തുണ്ട്. ഈ റാഹത്താക്കുക എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് അവക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, തീറ്റ കൊടുക്കുക തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് വേറൊരു മൃഗത്തെ അറക്കാതിരിക്കുക, അറക്കാൻ പോകുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ചം കൂട്ടാതിരിക്കുക തുടങ്ങിയതൊക്കെ സുന്നത്തുകളും ആദാബുകളുമായി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതൊക്കെ ഏതാണ്ട് നമ്മൾ ഖുലാസ ഓതിയപ്പം അറിവിനെ സംബന്ധിച്ച് പറഞ്ഞ ബാബിൽ പറഞ്ഞിരുന്നു. അന്ന് സുഹൃത്തില്ലാത്തത് കൊണ്ടായിരിക്കാം. മറ്റേ ഷർത്ത് അഥവാ തിന്നലേരാണെങ്കിൽ അർത്താൾ മുസ്ലിമാവുക, ഹൽക്കും മരിയും മറുക, അറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കത്തി പല്ലും നഖവുമല്ലാത്ത മൂർച്ചയുള്ള ആയുധമായിരിക്കുക. അങ്ങനെയായാൽ തിന്നൽ ഹലാലാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ സുന്നത്താണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇസ്ലാം ഫോർവർമായി എടുക്കാത്തതിന്റെ അടുത്താണ് ഉസ്താദെ. നമ്മുടെ പരിസരത്തുള്ള, അതായത് അയൽവാസികളും അതുപോലെ കുടുംബത്തിൽപ്പെട്ടവരുമായ കാണൽ ഹറാമായ സ്ത്രീകൾ അത്യാസന്ന നിലയിലോ അല്ലെങ്കിൽ മരണത്തോടടുത്ത് കിടക്കുമ്പോഴോ അവരെ സന്ദർശിക്കല്, രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കുന്നതിന്റെ രീതി എന്താണ് ഉസ്താദെ? മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത്. അസ്സലാമു അലൈക്കും.
മരണത്തിനോടടുത്ത് കിടക്കുകയോ മരിച്ചു കിടക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും സാധാരണ ജീവിതത്തിൽ കാണാൻ പറ്റുന്നവരെ തന്നെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ സന്ദർശനത്തിൽ കാഴ്ച ഷർത്തല്ല. ഉദാഹരണം, അയൽവശത്തുള്ള ഒരു സ്ത്രീ മരണാസന്നയായി കിടക്കുന്നു, രോഗിയായി കിടക്കുന്നു. ആ വീട്ടിൽ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നത് സുന്നത്താണ്. അതിന് അവരെ നേരിൽ കണ്ടുകൊള്ളണം എന്നില്ല. ആ വീട്ടിൽ ചെല്ലുകയും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാം. മയ്യിത്തായാലും അങ്ങനെ തന്നെ അവിടെ പോവുക, കുടുംബഗതികളെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, മറ്റ് സ്വാലിഹായ അമലുകൾ ചെയ്യുക. അതല്ലാതെ സാധാരണഗതിയിൽ കാണൽ ഹറാമായ ആളുകളെ രോഗികളാവുമ്പോഴും അങ്ങനെ തന്നെയാണ്, മരിച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ സന്ദർശനം എന്നത് ആളെ നേരിൽ കാണൽ എന്നത് മാത്രമല്ല, നമുക്ക് അവരോടുള്ള അനുകമ്പയും സ്നേഹവും പ്രകടിപ്പിക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും മാനസികമായി പിന്തുണ കൊടുക്കലും ഒക്കെ അതിലുള്ളതുകൊണ്ട് സന്ദർശനം സുന്നത്താണ്. പക്ഷേ കാണൽ ഹറാമായ സ്ത്രീകളെ കാണാൻ പാടില്ല. പോവുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ ചെയ്യാം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ അയൽവക്കത്തൊക്കെ ഹിന്ദുക്കളുണ്ടല്ലോ, പല ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളുണ്ട്. അവരെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു പ്രത്യേക നിയമമാണത്. സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളെ കാണല് ഹറാമാണ് ഉസ്താദെ. അയൽവാസികളായ അന്യ മതസ്ഥരിൽപ്പെട്ടവരെ, അതുപോലെ രോഗിയായിട്ട് കിടക്കുമ്പോഴോ അല്ലെ മരിച്ച വീടോ അങ്ങനെയൊക്കെ പോകുന്ന അതിന്റെ വിധി എന്താണ് ഉസ്താദെ? പോകലോ കാണലോ ഉള്ള വിധി സ്ത്രീയും പുരുഷനും സെപ്പറേറ്റ് ആണോ? അസ്സലാമു അലൈക്കും. അമുസ്ലിംകളായ അയൽവാസികൾ അല്ലെങ്കിൽ അമുസ്ലിംകളായ കുടുംബക്കാർ എന്നിവരെ അവർ മുസ്ലിങ്ങളുടെ കഠിനമായ ശത്രുക്കളും വിരോധികളും അല്ലെങ്കിൽ അത്തരക്കാരായ ആളുകൾ, ഉദാഹരണം നമ്മുടെ തൊട്ട അയൽവശത്ത് താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരാണ്, ഇങ്ങനെയുള്ള ആളുകളെ രോഗിയായാൽ സന്ദർശിക്കലും മരണപ്പെട്ടാൽ അവരെ സന്ദർശിക്കലും അനുവദനീയമാണ്. യാതൊരു കുഴപ്പമില്ല. അതേസമയത്ത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് നല്ലതുമാണ്. രോഗിയാവുമ്പോൾ സന്ദർശിക്കലും മരണപ്പെട്ടാൽ മരണ വീട്ടിൽ സന്ദർശിക്കലും ഒക്കെ. അതേസമയത്ത് മുസ്ലിങ്ങളോട് കടുത്ത പകയും വിദ്വേഷവും പുലർത്തുന്ന ആളുകളാണെങ്കിൽ ആ നിയമം മാറ്റിവെക്കാം. അല്ലാത്ത നമ്മളുമായി ഇടകലർന്ന് ഒന്നിച്ചു ജീവിക്കുന്ന ആളുകൾ, അവർ അയൽവാസികളാണെങ്കിൽ ആ അയൽവാസികളെയും അതല്ലെങ്കിൽ സഹപ്രവർത്തകന്മാരോ സഹപാഠികളോ സ്നേഹിതന്മാരോ ഒക്കെയാണെങ്കിൽ അവരെയും സന്ദർശിക്കൽ, രോഗമായാൽ സന്ദർശിക്കലും മരണപ്പെട്ടാൽ ആ മരണ വീട്ടിൽ പങ്കെടുക്കലുമൊക്കെ അനുവദനീയമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, രണ്ട് കാര്യത്തിൽ ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ മൈക്കെടുത്തത്. ഒന്ന്, ഞാനൊരു IT കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ശമ്പളം ബാങ്കിലാണ് തരുന്നത്. ഞാനത് പൂനെയിൽ ജോലിക്ക് പോകാൻ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഈ പൈസ ബാങ്കിൽ ഈ ശമ്പളം ഇട്ടിരുന്നാൽ അതിന് വരുന്ന പലിശ ഉണ്ടാകും. അപ്പോൾ അത് പ്രശ്നമാണോ? ഒന്ന്. അല്ലാതെ എൻ്റെ കയ്യിൽ കുറച്ച് പലിശ കാശുണ്ട്. അപ്പോൾ അത് ഇനി എങ്ങനെ ഒഴിവാക്കാം എന്ന് രണ്ട് കാര്യം അറിയണം. ഗവൺമെന്റിന്റെ അല്ല, നമ്മുടെ ജോലിക്ക് പല കമ്പനികളിൽ നിന്ന് സൗദി അറേബ്യ ഉൾപ്പെടെ ഗവൺമെന്റ് ഉദ്യോഗമാണെങ്കിൽ ഏതായാലും അല്ലാതെ തന്നെ അംഗീകൃത കമ്പനികളൊക്കെ അവരുടെ ജീവനക്കാർക്കുള്ള ശമ്പളം ബാങ്ക് മുഖേന കൊടുക്കണം എന്ന് നിർബന്ധിക്കുന്നു. അതിന്റെ പേരിൽ ബാങ്കിലൂടെയാണ് ശമ്പളം കൊടുക്കുന്നത്. ആ നിലയ്ക്ക് നമ്മൾക്ക് മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് നമ്മുടെ ശമ്പളം വാങ്ങാം. പക്ഷേ അക്കൂട്ടത്തിൽ ബാങ്ക് കുറെ പലിശയും കൂടി കൂട്ടിത്തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങൽ നമുക്ക് ഹലാലല്ല. അത് സാധാരണ പലിശന്റെ വിധി തന്നെയാണ്. എന്നാൽ പിന്നെ രണ്ടാമത് മറ്റൊരു സംശയം അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്നുപെട്ട കുറെ പലിശ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്, അതിന് എന്താ ചെയ്യേണ്ടത്? അത് വാങ്ങാൻ പാടില്ല, നമ്മുടെ ഹക്കല്ല, നമ്മളത് വാങ്ങാൻ പാടില്ല.
നമ്മക്ക് നമ്മളുടെ ഹക്കിൽപ്പെട്ട നമ്മൾ ജോലി ചെയ്തിട്ടുള്ള ശമ്പളം ബാങ്ക് മുഖേനയാണ് വരുന്നെങ്കിൽ നമ്മളുടെ അധ്വാനത്തിന്റെ ഭാഗമാവുന്ന മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് നമ്മുടെ ശമ്പളം വാങ്ങാം. പക്ഷേ അതിന്റെ പേരിൽ വരുന്ന പലിശ വാങ്ങാൻ നമുക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടോ മറ്റോ നമ്മുടെ പേരിൽ പലിശ വന്നുപോയി, ആ പലിശയും നമ്മൾ വാങ്ങാൻ പാടുള്ളതല്ല. ഇനി നമ്മളത് വാങ്ങിയിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ അത് ഉപയോഗപ്പെടുത്തുകയും ഇസ്ലാമിനെതിരിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നസാറാക്കളോ അതുപോലെയുള്ള കാഫിറുകളോ ആയ ആളുകൾ ആ നമ്മുടെ പേരിൽ വന്ന ഈ പലിശ നമ്മൾ വാങ്ങാത്തതിന്റെ പേരിൽ അവരെ ദുരുപയോഗം ചെയ്ത് ഇസ്ലാമിനെതിരെ ഉപയോഗിക്കും എന്ന ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒഴിവാക്കാൻ മറ്റൊരു മാർഗമില്ലാതിരിക്കുകയും ചെയ്താൽ അത് ആർക്കും ഉടമയില്ലാത്ത പൊതു കിണറ് കുഴിക്കാനോ പൊതു കുളം കുഴിക്കാനോ പഞ്ചായത്ത് റോഡ് നന്നാക്കാനോ പാലം കെട്ടാനോ സ്കൂൾ വികസിപ്പിക്കാനോ ആശുപത്രി വികസിപ്പിക്കാനോ പോലെയുള്ള ഒരാളുടെയും ഉടമയിൽ വരാത്ത പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വല്ല ആവശ്യത്തിനും ഉപയോഗിച്ചുകൊണ്ട് നാം അത് ഒഴിവാക്കുക. അതിന് കൂലിയൊന്നും കിട്ടൂല, ഒരു പുണ്യകർമ്മമല്ല. പക്ഷെ നമ്മുടെ തടി ഒഴിവാകാൻ ഇതില്ലാതെ മറ്റൊരു വഴിയില്ല. ഏതായാലും പലിശയുടെ അവകാശം നമുക്കില്ല, അത് വാങ്ങാനും പാടില്ല. സമയം 6 മണി കഴിഞ്ഞു. കുറച്ച് സമയം താമസിച്ചു പോയി തുടങ്ങാൻ അതിന് നിവൃത്തിയില്ല. അല്ലാഹു തആല ഇനി സമയം തെറ്റാതെ തന്നെ കൃത്യമായി സമയത്ത് തുടങ്ങാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രതിബന്ധങ്ങൾ അപ്രതീക്ഷിതമായുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിൽ നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ കഴിയുന്നതും തുടർന്നുള്ള ദിവസങ്ങളിൽ സമയത്തിന് തന്നെ ദർസ് തുടങ്ങാനും ചോദ്യോത്തരങ്ങൾ നടത്താനും ശ്രമിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരോടും തൽക്കാലം ക്ഷമ ചോദിക്കുകയാണ്. കൂട്ടത്തിൽ കീശേരി ഒരു PM അടിച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്മിനായ അബു ആസിഫയുടെ സ്നേഹിതൻ ഷെരീഫ് തിരൂരിന്റെ കുടുംബം എയർപോർട്ടിൽ നിന്ന് വരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഭാര്യയും കുഞ്ഞും ഉമ്മയും അത്യാസന്ന നിലയിൽ ഉസ്താദുമാരും പ്രവർത്തകരും ദുആ ചെയ്യാൻ പ്രത്യേകം താൽപര്യം. ഷെരീഫ് വിദേശത്ത് നിന്ന് ലീവിൽ നാട്ടിൽ പോയതാണ്. വീട്ടിലേക്ക് അവരെ കൂട്ടി വരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ കുടുംബത്തിന് വന്നുപെട്ട ആ ആഫത്ത് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകുമാറാകട്ടെ. മല പോലെ വന്ന ആഫത്ത് മഞ്ഞ് പോലെ അല്ലാഹു തആല തട്ടിമാറ്റി കൊടുക്കുമാറാകട്ടെ. ആ പരിക്കേറ്റ ആ കുടുംബത്തിന് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫയും ആഫിയത്തും നൽകി സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അർഹമുർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, പാവികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നിന്റെ മഹളായ ഫضل കൊണ്ട് ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. പടച്ചവനെ, നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊന്നിച്ച് ജീവിച്ചു മരിക്കാനും നല്ലവരോടൊന്നിച്ച് നാളെ പരലോകത്തിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. നല്ലതല്ലാത്ത എല്ലാ മാർഗത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് കാലം നന്മയ്ക്ക് വേണ്ടിയും നല്ലവരുടെ കൂടിയും പ്രവർത്തിച്ച് അവസാനം വേണ്ടാത്ത മാർഗത്തിൽ ചെന്നുപെട്ട് നാശപ്പെട്ടവരോടൊന്നിച്ച് നശിക്കുന്നവരുടെ കൂട്ടത്തിൽ വരാതെ അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ സ്നേഹിതന്മാരെയും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹിദായത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ മരണം വരെ ഞങ്ങളെ നീ വഴി നടത്തേണമേ അല്ലാഹ്. ദുന്യവിയായ ലക്ഷ്യം വെച്ചുകൊണ്ടോ വ്യക്തികളോടുള്ള പക വെച്ചുകൊണ്ടോ മറ്റോ എന്ത് കാരണത്താലും സത്യത്തിനെതിരിൽ പ്രവർത്തിക്കുകയും സന്മാർഗത്തിൽ നിന്നിട്ട് വ്യതിചലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരാതെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും വഴിയിൽ അവസാനം വരെ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തി തരണേ അല്ലാഹുവേ. എന്നും 17 പ്രാവശ്യം പറയുന്നതാണെങ്കിലും ഇപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം കുറെ കൂടി ആഴത്തിൽ മനസ്സിലായി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ഒരുപാട് വിഷമിക്കുന്നവർ അവരുടെ എല്ലാ രോഗവും വിഷമവും നീ നീക്കിക്കൊടുക്കണേ റഹ്മാനെ.
അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുന്നവർക്ക് നീ പൂർണ്ണമായ ഷിഫയും ആഫിയത്തും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അത്തരം അപകടങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടം വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് വെക്കാനുള്ള ഹലാലായ മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഖൈറും ബറക്കത്തുമുള്ള ജോലി നീ നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ ദീനും ദുന്യവിയുമായിരിക്കുന്ന ആഫിയായ ഇൽമു കൊണ്ട് അനുഗ്രഹിച്ച് അവരെ ഉന്നത സ്ഥാനത്ത് നീ എത്തിക്കണേ റഹ്മാനെ. പ്രായമെത്തിയ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ അണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനെ. റബ്ബേ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഖിയാമത്ത് നാൾ വരെ നീ ഉറപ്പിച്ചു നിർത്തി തരണേ തമ്പുരാനെ. എല്ലാവിധ ബിദ്അത്ത് വലാലത്ത് ഫസാദിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സാദാത്യങ്ങള്, ഞങ്ങളുടെ ഉസ്താദന്മാര്, ഞങ്ങളുടെ നേതാക്കന്മാര്, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങള്, AP ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, എം ഉസ്താദ് തുടങ്ങിയ മഹാന്മാരായ ഉസ്താദന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവർ കാണിച്ചു തരുന്ന വഴിയിൽ ഉറച്ചു നിൽക്കാനും അവരുടെ പിന്തുടർന്ന് അവരൊക്കെ കാണിച്ചു തന്ന പാതയിൽ ബഹുദൂരം മുന്നോട്ടു പോകാനും ഉള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ ഫസാദ് ബിദ്അത്ത് വലാലത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും നീ എന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹലാലായ മാർഗത്തിൽ സ്വന്തം ജീവിക്കാനും കുടുംബം പോറ്റാനും വേണ്ട ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിക്കാനും കുടുംബം പോറ്റാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, മരണം വരെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനുമുള്ള ആഫിയത്ത് തരണേ പടച്ചവനെ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്ന ആളുകൾക്കൊരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ അല്ലാഹ്. റോട്ടിൽ പടഞ്ഞു മരിക്കുന്ന, മരണശേഷം കീറി മുറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തിൽ മുഴുവനും വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റ് മരണങ്ങൾ, അത്തരം ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ട് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ പലരും വണ്ടി ഓട്ടുന്നവരും വണ്ടി ഓട്ടി ജീവിതമാർഗം കാണുന്നവരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുമാണ്. റബ്ബേ, റോട്ടിൽ പടഞ്ഞ് മരിക്കേണ്ട തരത്തിലുള്ള അപകടങ്ങളൊന്നും വരാതെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരായ സയ്യിദന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, സഹപ്രവർത്തകന്മാരുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് ശരിയായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാതിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. നാളെ മഹ്ശറാവൻ സബീൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ നാദാ, സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ചാരത്തണയാനും ആ ശറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്നിട്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തിച്ചെല്ലണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അബ്ബേ, അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, അമ്മോഷന്മാര്, അമ്മായിമ്മമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങൾ മുത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദ്വാവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദ്വാവസിയത്ത് ഏറ്റെടുത്തവരായ എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.